ഹലോ ഫ്രണ്ട്സ്, എസ് എം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോഫി മനീഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേണു ചേച്ചിയുടെ ഒരു ഇൻസ്റ്റയിൽ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഷഫീന ബീവി അല്ലെ, തെറുത്താത്തയുടെ ശ്രദ്ധയ്ക്ക് ഈ തെറുത്താത്തനെ കുടുംബത്തിൽ കയറ്റുന്നവരുടെ ശ്രദ്ധിക്കുക. ആ കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അവിടെ രേണു ചേച്ചി വിളിക്കുന്നതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷെഫീന എന്ന് പറഞ്ഞ ആളുടെ വീഡിയോസിൽ ഫുള്ളും യൂസ് ചെയ്യുന്ന ലാംഗ്വേജിന്റെ ഭാഗമായിട്ടുള്ള വിളികളാണ് ഇതിൽ വിളിക്കുന്നത്. അപ്പൊ ഇതിനിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഷെഫീന കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മുടെ രേണുസുതിക്ക് എതിരായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കിച്ചു ആയിട്ടുള്ള ഒരു ഫോട്ടോ സെൽഫി എടുത്തത് നമ്മുടെ ഷെഫീന താത്ത ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ തൊട്ട് കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ പറയാനുണ്ടായിരുന്ന കാരണം നമ്മുടെ ഷെഫീന പോയി നമ്മുടെ കിച്ചുവിന്റെ അടുത്ത് പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് കിച്ചു വന്ന് പറഞ്ഞതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നാണ് രേണു പറയുന്നത്. പക്ഷെ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഒരാൾ വന്ന് പറയിപ്പിക്കേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുവിന് ഇത് എത്രയോ നേരത്തെ ചെയ്യാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇത്രയും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, കിച്ചുവിന് ഭയങ്കര സപ്പോർട്ടാണെന്നൊക്കെ രേണു ഇടക്കിടക്ക് പറയാറുണ്ട്. അപ്പൊ അത്രയും സപ്പോർട്ടായിട്ടുള്ള ഒരു അമ്മേനെ കുറിച്ച് ഇപ്പൊ രേണുവിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ കിച്ചു പറഞ്ഞിട്ടുണ്ടെന്നല്ല, പക്ഷെ രേണു ഇത് വലിയ ഇഷ്യൂ ആക്കുന്നത് കേൾക്കുമ്പോൾ പക്ഷെ നമ്മുടെ കിച്ചു എന്തോ വലിയ കാര്യമായിട്ട് കിച്ചു അതിൽ കൂടുതൽ പറഞ്ഞേക്കുന്നത് അവന് സ്നേഹം കിട്ടാത്ത കാര്യത്തെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ കിച്ചുവിന് ഇത് പറയണം എന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ പറയായിരുന്നു. കാരണം ഒരാൾ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അത് വെച്ച് പറയണം എന്നുണ്ടെങ്കിൽ അത്രയും ബോധമില്ലാത്ത കുട്ടിയാണ് കിച്ചു എന്ന് തോന്നിയിട്ടില്ല. അത് അവൻ പറയുന്നൊരു കാര്യവും സ്റ്റൈലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം അവൻ അങ്ങനെ പറയാൻ അറിയില്ല. എന്നാലും അവന് അത്രയും വിഷമവും കാര്യങ്ങളും ഉള്ള കാരണമായിരിക്കും. അതും രേണുവിനെ കുറിച്ച് കൂടുതൽ അങ്ങനെ ഇതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവൻ ലൈഫ് സ്റ്റോറി പറയുന്നതിന്റെ കൂട്ടത്തിൽ അവന്റെ ജീവിതത്തിലെ ഭാഗമായിട്ടുള്ള ഒരാളാണ് രേണു, അതായത് അമ്മയുടെ സ്ഥാനത്തുള്ള ഒരാളാണ് രേണു. അപ്പൊ അവന്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ അമ്മനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അതിൽ കൂടുതൽ മോശമായിട്ട് അവൻ അതിൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവന്റെ വിഷമത്തിന്റെ കൂട്ടത്തിൽ രേണുവിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് വലിയ ഇഷ്യൂ ആക്കുന്നത് രേണു തന്നെയാണ്. വെറുതെ ഷെഫീനയുടെ കാര്യം ഇട്ട് ഇത് കിച്ചുവായിട്ട് കണക്ട് ചെയ്ത് ഇനിയിപ്പോ ഇതിലൊന്നും നിൽക്കില്ല. എന്താ കാര്യം എന്നുള്ളത് രേണു കിച്ചുവിന്റെ അടുത്ത് വിളിച്ച് അന്വേഷിക്കാമായിരുന്നു. അത് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ ഇനി വേറെ വീഡിയോ വരുമൊന്നും അറിയില്ല. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണേക്കാളും ബെറ്റർ അതായിരിക്കും. നമ്മുടെ കിച്ചുവിനെ വിളിച്ച് ചോദിക്കാം. ഇനിയിപ്പോ കിച്ചുവിന് അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പൊ ഷെഫീനെ വന്ന് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ രേണുവിനെതിരായിട്ടുള്ള വീഡിയോ ചെയ്തതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിച്ചുവിന് വന്ന് പറയാലോ. അങ്ങനത്തെ ഒരു കാരണം എന്തായാലും കിച്ചുവിന് വലുത് കിച്ചുവിന്റെ അമ്മ തന്നെ ആയിരിക്കുമല്ലോ, രേണു തന്നെ ആയിരിക്കും കിച്ചുവിന് വലുത്, അല്ലാണ്ട് ഷഫീന ബീബി ആവില്ലല്ലോ. ഇത്രയും സ്നേഹിച്ച രേണു തന്നെ ആയിരിക്കില്ലേ വലുത്. അപ്പൊ ഒരാൾ വന്ന് പറയുമ്പോഴേക്കും അങ്ങനെ രേണുവിന്റെ എതിരായിട്ട് കിച്ചുവിന് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ വീഡിയോ ചെയ്തെങ്കിൽ തന്നെ ഇത് ഭീഷണിപ്പെടുത്തിയാണോ എന്നൊന്ന് രേണു അന്വേഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേരെടുത്ത് ഇവരെ തലയിൽ വെക്കുന്നതല്ലാതെ ഇവരാരാണെന്ന് എന്താണ്, ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിന് വീഴുന്നവളല്ല രേണുസുതി, മനസ്സിലായോ? നീ കുറെ കിടന്ന് കളി. അതായത് ഷെഫീന കുറെ പേരുടെ ലൈഫും വെച്ച് കളിച്ചിട്ടുണ്ടെന്ന് പറയണം. അത് ഷെഫീന ബീവി കുറെ വീഡിയോസ് ഇങ്ങനെ കുറെ പേരുടെ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത് വെച്ചിട്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. അതായത് ആളുടെ ദുബായിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അറിയാന്നുള്ള രീതിയിൽ പറയണത്. അത് വെറുതെ ഉള്ളൊരു പറച്ചിലല്ല. അതൊരു എന്താ പറയുക, ഭീഷണിപ്പെടുത്തൽ പോലെയുള്ള ഒരു പറച്ചിലായിട്ട് വരും. അത് എന്ത് ബിസിനസ്സാണെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതുപോലെ കാണുന്നവർക്കൊരു തെറ്റിദ്ധാരണ ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് രേണു ചേച്ചി പറഞ്ഞത്. ചിലപ്പോൾ അവിടുത്തെ മറ്റേ പെർഫ്യൂം കടയോ അല്ലെങ്കിൽ വല്ല പലചരക്ക് കടയോ അങ്ങനത്തെ ബിസിനസ്സിനെ കുറിച്ച് അറിയാമെന്നായിരിക്കും രേണു ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് പറയുന്നത് നല്ലതായിരുന്നു. നിനക്ക് എന്താ പറയുന്നത്? എന്റെ പെട്ടിക്കകത്ത് എന്താ നാടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് മുട്ടായി അപ്പനൊക്കെ മേടിച്ചോണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായി ഒക്കെ തന്നുവിടുന്ന ആ മുട്ടായി. ഇതൊക്കെ നിന്നെ എന്തിനാണ് ഞാൻ ബോധിപ്പിക്കുന്നത്? അടി ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്. മനസ്സിലായോ?
അത് കലക്കി. അത് പറയുന്നത് രേണു പറഞ്ഞു കഴിഞ്ഞ് എല്ലാവർക്കും റീച്ച് ഇടാം. റിയാക്ഷൻ ചാനലുകാർക്ക്, അതുപോലെ ഇപ്പൊ ഷിഫിന ബേബിക്ക്, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് റീച്ച് കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ കാര്യം തന്നെ ഒരു 10 പ്രാവശ്യം പറയാം. അതാണ് കുറച്ച് റീച്ച് ഉണ്ടാക്കി തന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പോട്ടെ. അതായത് ഷിഫിന ബേബിക്ക് നമ്മുടെ രേണു ചേച്ചിയുടെ പെട്ടിക്കകത്ത് എന്താണെന്ന് അറിയണം എന്ന് ചോദിച്ചു എന്നാണ് പറയണത്. ഇപ്പൊ വല്ല വീഡിയോസിൽ അങ്ങനെ പറഞ്ഞു എന്നറിയില്ല. എന്തായാലും രേണു ചേച്ചി പറയണ്ടായാലും കുറച്ച് രേണു ചേച്ചിയുടെ അണ്ടർ ഗാർമെന്റ്സും അതുപോലെ തന്നെ ഋതപ്പന് അവിടുത്തെ കുറച്ച് നല്ല മനസ്കരായിട്ടുള്ള ആൾക്കാർ കുറച്ച് നല്ല ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടതും അതൊക്കെ ആയിരുന്നു. അത് ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ട് കൊണ്ടുവന്നു എന്നാണ് പറയണത്. അങ്ങനത്തെ ഒരു നല്ല മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് അതിനുശേഷം അപ്പം തന്നെ പറയുന്നുണ്ട് നിന്നെ ഇത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അപ്പൊ പിന്നെ ഇതൊക്കെ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാം നീ എടുത്ത് പറഞ്ഞത് എന്തിട്ടിനാന്ന് അറിഞ്ഞോടാ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു. എന്തായാലും അത് പോട്ടെ. അല്ല, നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് മറ്റേ എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. നിന്നെ ഇങ്ങനെ പറയുന്നത് അതായത് നമ്മുടെ ഷിഫിന ബീവിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂം കാര്യങ്ങളും ഉണ്ടോയെന്ന് അറിയില്ല. അത് വെച്ചിട്ടാണോ പറയണതെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞത് കുറച്ച് അധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് രേണു പറഞ്ഞത്. എന്ത് രേണുവിന് ദേഷ്യത്തിൻ്റെ പേരിലാണ് പറയുന്നത്. ഷിഫിന ബീബിയും പറയുന്നതിൽ അത്രയും ഇപ്പോൾ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അത്രയും നല്ല കാര്യങ്ങളും അല്ല, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. കേട്ട് കഴിഞ്ഞാൽ അതായത് എഫക്റ്റഡ് ആൾക്കാർക്ക് അത് നല്ല വിഷമവും ദേഷ്യമൊക്കെ വരുന്ന കാര്യങ്ങളായിരിക്കാം. എന്തായാലും രേണുവിനറിയാം രേണുവിനെ എന്തൊക്കെ വെച്ച് ആൾക്കാർ കളിയാക്കുന്നുണ്ട്, പല കാര്യങ്ങളും വെച്ച് കളിയാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് വിഷമങ്ങളുണ്ടെന്ന് അറിയാം. അപ്പം അതേ കാര്യം വെച്ചിട്ട് ഒരാളെ പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അപ്പം അതെന്തായാലും ശരിയായ കാര്യമല്ല. പക്ഷെ എന്റെ വായിൽ നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത്. എന്നെ പറ്റി എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചത്. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയെ തമ്മി തല്ലിച്ച് നീ. പക്ഷെ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് കിച്ചു ആ വീഡിയോ ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ തന്നെ കിച്ചുവിന് അങ്ങനെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിപ്പോ എങ്ങനെയാ അവന്റെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഷിഫിന ബീബി പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തായാലും ചെയ്യിപ്പിക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ എന്തായാലും രേണു ചേച്ചി ഇതൊക്കെ കൊണ്ട് ആരുടെ തലയിൽ ഇടാന്ന് ആലോചിച്ചിരിക്കുമ്പോ കറക്റ്റ് ഒരു ആളെ കിട്ടിയ ആള് നല്ല അടിപൊളി ആളുമാണ്. അപ്പൊ എന്തായാലും ഈ യുദ്ധം കുറച്ച് നാളും കൂടി എന്തായാലും പോകും തോന്നുന്നുണ്ട്. ഇവര് തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളും. ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കിച്ചുവിന്റെ വീഡിയോ ഒക്കെ എന്തായാലും മുങ്ങിപ്പോയി. അപ്പൊ അതിനുള്ള മറുപടിയും കാര്യങ്ങളും എന്തായാലും ഇനി രേണുവിന് പറയേണ്ടിയും വരില്ല. അതിനെക്കുറിച്ച് ഇനിയിപ്പോ വലിയ കാര്യമായിട്ട് എന്തായാലും ചർച്ചയും കാര്യങ്ങളൊന്നും ഉണ്ടാവും പോണില്ല. എന്തായാലും പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ മൊത്തം ഷെഫിന ബേബിയും രേണുസുദിയും കൂടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതിപ്പോ വേറൊരു രീതിയിലേക്ക്, വേറൊരു യൂണിവേഴ്സിലേക്ക് പോയിട്ടുണ്ട്. തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെ മറ്റേ ഫാമിലിയെ തമ്മിൽ അടുപ്പിച്ച്, മക്കളെ തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതൽ രേണുസുദിക്ക് പറയാനില്ല. നാശം പിടിച്ചവളെ ഷഫീന ഒടുക്കത്തെ ബ്രാക്ക്. എന്തായാലും ഇത്രയ്ക്കും അധികം ഷെഫീനെ പറയണേന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ മുമ്പ് തൊട്ട് കുറെ വീഡിയോസ് രേണുവിനെതിരായിട്ട് ചെയ്തതിന്റെ ഒരു ദേഷ്യം കൂടി കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇതും കൂടി കിട്ടിയപ്പോൾ കറക്റ്റ് ടൈമിലാണ് ഈ ഫോട്ടോ കിട്ടിയത്. അപ്പൊ അതും കൂടി ആയപ്പോ തീർന്നു. അത് വെച്ചങ്ങ് സെറ്റാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ചെന്ന് കയറിയ സ്ഥലം നല്ല സ്ഥലമായ കാരണം തിരിച്ചും നല്ല 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 കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. ഇൻസ്റ്റ ID തുറന്നു നോക്കുമ്പോൾ കാണുന്നത് പല കാര്യങ്ങളാണ് കാണുന്നത്. നമുക്ക് തന്നെ എന്താ ഒരു വീഡിയോ കണ്ട് സാധാപം തോന്നിയിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ പിന്നെ രേണുവിന്റെ തുള്ളലും കളിക്കുകയായിരിക്കും കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രാക്കും അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. അത് പിന്നെ കുറെ ഇന്റർവ്യൂ കാണാം, കുറെ ഉദ്ഘാടനങ്ങൾ കാണാം. ഒരു ദിവസത്തിൽ തന്നെ പല കാര്യങ്ങളാണ്, പല ഫേസുകളാണ് മാറി. ഇതൊക്കെ രേണുവിനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. സമ്മതിക്കണം എന്തായാലും രേണുവിനെ. എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ 4 കാലിൽ വീഴുന്ന പോലെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഈ കഴിവിന് എന്തായാലും നല്ലൊരു അവാർഡ് കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇവരുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകും. അതായത് ഇതിൽ ഫസ്റ്റ് ആ താത്തേനെ വിളിച്ച പേര് രേണുവിനെ മറ്റുള്ളവർ വിളിക്കാനായിട്ട് ഇടവരുത്താതെ ഇരിക്കട്ടെ. ഇപ്പൊ ലാസ്റ്റ് വീഡിയോ അവസാനിപ്പിച്ചപ്പോൾ പ്രാക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ശരിക്കും. രേണുവിനെ ഇപ്പൊ അത്രയും ദേഷ്യം വിഷമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അറിയില്ല. അപ്പൊ എന്തായാലും രണ്ടുപേരും കാര്യങ്ങളോടും യോജിക്കുന്നില്ല. അപ്പൊ ഇത്രയും ഞാൻ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ആവശ്യമില്ല. ഇതൊക്കെ കിച്ചുവിനെ വിളിച്ച് അല്ലെങ്കിൽ കിച്ചുവിനെ ചോദിക്കാൻ രേണുവിന് പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണം. അപ്പൊ അതിന് അർത്ഥം അവർ തമ്മിൽ അത്രയും ഫ്രീ അല്ല, അകൽച്ചന്നെയാന്നല്ല അർത്ഥം. അത്രയും ഫ്രീ ആയിട്ടുള്ള ആളാണ്, അത്രയും സ്നേഹബന്ധത്തിലുള്ള ആളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കിച്ചുവിന്റെ അടുത്ത് വിളിച്ചാണ് കാര്യങ്ങൾ ചോദിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തെന്നുള്ള കാര്യം കിച്ചുവിന്റെ അടുത്ത് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വെറുതെ റിയാക്ട് ചെയ്യുമ്പോഴാണ്
കൂടുതൽ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതിപ്പോ രേണുവിന് അറിയാത്ത കാര്യം ഒന്നും ആവില്ല എന്ന് എനിക്ക് തോന്നണം. അത്രയും ബുദ്ധിയും ഇതൊന്നും ഇല്ലാത്ത ആളല്ലല്ലോ രേണു. അപ്പൊ വെറുതെ ഇപ്പൊ നാളെ ഇനി നോക്കുമ്പോ എന്ത് വീഡിയോ വരികയെന്നറിയില്ല. അപ്പം എന്തായാലും കൂടുതൽ പ്രശ്നങ്ങൾ വലിച്ചു നീട്ടാതെ എന്തെങ്കിലും ഒരു നല്ലൊരു സൊല്യൂഷൻ കണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.